ലോക ക്രിക്കറ്റിൽ ഇന്ത്യൻ നീലപ്പടയെ വിജയതീരം അടുപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും പ്രതിഭയുടെ പരമോന്നതിയിൽ ആരാധകരുടെയും നിരീക്ഷകരുടെയും സ്ഥിരം ചർച്ചാ വിഷയമായി മാറുകയും ചെയ്ത പേരുകൾ തിരഞ്ഞിറങ്ങുകയാണെങ്കിൽ അത്ര എളുപ്പത്തിലൊരു മടങ്ങിവരവ് സാധ്യമായിരിക്കില്ല. ക്രിക്കറ്റ് മൈതാനങ്ങളെ സ്ഥിരതയാർന്ന പ്രകടന മികവിനോടൊപ്പം ആരാധകർക്കിടയിലും ഏറെ ആഘോഷിക്കപ്പെട്ട അനവധി പ്രതിഭാശാലികളാണ് കഴിഞ്ഞ കാലം അത്രയും കടന്നുപോയത്. ലോക ക്രിക്കറ്റിൻ്റെ ഒന്നാം ഇന്നിംഗ്സിൽ രാജാക്കന്മാരായി അരങ്ങുവാണിരുന്ന ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടിനുമൊപ്പം ഈ ടീമിന് ഒന്നും ചെയ്യാനില്ലെന്നും സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും അത്യാഗ്രഹമാണെന്നും പലരും വിധി എഴുതിയിടത്തു നിന്ന് രണ്ടാം ഇന്നിംഗ്സിൽ ഉയർത്തെഴുന്നേറ്റ് സാധ്യമാക്കിയത് ഈ പ്രതിഭകളുടെ പ്രകടന മികവാണെന്നതിൽ ഒരാൾക്കും തർക്കത്തിന് മുതിരാനിടയില്ല. ടീം പ്രഖ്യാപനങ്ങളിൽ തഴയപ്പെട്ടവരെ ചേർത്ത് വെക്കുകയാണെങ്കിലും വമ്പൻ സ്രാവുകളെ അട്ടിമറിക്കാനുള്ള നീലപ്പടയെ ഒരുക്കാമെന്നത് വിമർശകരെ പോലും അംഗീകരിച്ച കാര്യം. പ്രതിഭാധാരാളിത്തം പലപ്പോഴും അംഗീകരിക്കപ്പെടുകയും വിവാദങ്ങൾക്ക് വഴി തുറന്നിടുകയും ചെയ്യുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ അവസരങ്ങൾ മുതലാക്കാനാകാതെ വീണുപോയവരും ചില്ലറയല്ല. അവസരങ്ങൾ ഏറെ കിട്ടിയിട്ടും മുതലാക്കാനാകാതെ ലോബിയിങ്ങുകളുടെ പഴിചാരുന്ന കളിക്കാർക്കിടയിലാണ് നിശബ്ദമായി അവസരങ്ങൾക്ക് കാത്തിരിക്കുകയും കിട്ടുമ്പോൾ അത് പൂർണ്ണമായി മുതലാക്കി മുന്നേറുകയും ചെയ്യുന്ന ഇഷാൻ കിഷനെ പോലെയുള്ള പ്രതിഭകൾ ബാറ്റ് വീശി തുടങ്ങുന്നത്. ആഘോഷിക്കപ്പെടാൻ മാത്രം ഹൈപ്പോ ഫാൻ ഫോളോയിങ്ങോ ഇല്ല. ലോബികളോ പിൻബലമോ തുടർച്ചയായ അവസരങ്ങൾ തേടിയെത്താറോ ഇല്ല. എങ്കിലും രോഹിത് ശർമ്മയുടേതിന് സമാനമായ ആക്രമണോത്സുക ബാറ്റിങ്ങും അടിച്ചു തകർത്തുകൊണ്ടുള്ള ഓപ്പണിംഗ് വെടിക്കെട്ടും സൈലന്റ് ഹിറ്റ്മാൻ എന്ന വിശേഷണം ഇഷാന്റെ പേരിനോടൊപ്പം തുന്നിച്ചേർക്കപ്പെടുകയായിരുന്നു. വിക്കറ്റിന് പിന്നിലെ ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്തനായിരുന്ന ധോണിയുടെ പിൻഗാമിയായ കീപ്പർ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ സ്ലോട്ടിലേക്ക് ഒരുപിടി താരങ്ങൾ മാർച്ച് ചെയ്തോടെ പ്രതിഭയുണ്ടായിട്ടും ആഘോഷിക്കപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ടവരോടൊപ്പം ഇഷാനെയും എണ്ണി തുടങ്ങിയിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. തുടർന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിൽ തേടി വരുന്ന അവസരങ്ങളെ പരമാവധി മുതലെടുത്ത ഇഷാൻ കിഷൻ ഇപ്പോഴത്തെ 2026 കുട്ടി ക്രിക്കറ്റിന്റെ ലോക മാമാങ്കത്തിൽ മിന്നൽ പ്രകടനങ്ങളോടെ ഇന്ത്യൻ ടീമിന്റെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ജൂലൈ 8 പട്നയിൽ ജനിച്ച ഇഷാൻ പ്രണവ് കുമാർ പാണ്ഡെ കിഷാൻ ജാർഖണ്ഡിന്റെ ക്രിക്കറ്റ് പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു ബാല്യം ചെലവിട്ടത്. ചെറുപ്രായത്തിൽ തന്നെ ആക്രമണോത്സുക ശൈലി ബാറ്റിങ്ങിൽ പ്രകടമായിരുന്നു. 2016 ICC അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ കലാശപ്പോരിലേക്ക് എത്തിച്ചതോടെയാണ് ക്രിക്കറ്റ് നിരീക്ഷകർ ഇഷാനെ ആദ്യമായി ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനോട് ടീം പൊരുതി വീണെങ്കിലും അയാളുടെ ബാറ്റിംഗ് ടൂർണമെന്റിൽ ഉടനീളം ശ്രദ്ധേയമായിരുന്നു. അതേ വർഷം IPL ഗുജറാത്തിനോടൊപ്പം അരങ്ങേറ്റം കുറിച്ചു. അധികം വൈകാതെ മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറിയ ഇഷാൻ 2019-20 സീസണിൽ ടീമിനെ കിരീട നേട്ടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. 2020 IPL 516 റൺസുമായി ടീമിന്റെ ടോപ്പ് സ്കോററായി. ആഭ്യന്തര മത്സരങ്ങളിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കിയ ഇഷാൻ 2021 ദേശീയ ടീമിനോടൊപ്പം ചേർന്നു. 2020 ഇംഗ്ലണ്ടിനെതിരെയും ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെയുമായിരുന്നു അരങ്ങേറ്റം. 2 ഫോർമാറ്റിലെയും അരങ്ങേറ്റ മത്സരങ്ങളിൽ അർദ്ധശതകം പിന്നിട്ട രണ്ടാമത്തെ താരമെന്ന ഖ്യാതി അന്നു തന്നെ താരം സ്വന്തം പേരിലാക്കി. ഏകദിനത്തിൽ 59, 2020 56 എന്നിങ്ങനെയായിരുന്നു അന്നത്തെ റൺസ്. അടുത്ത വർഷം ഡിസംബറിൽ ബംഗ്ലാദേശിനെതിരെ നേടിയ 210 റൺസിലൂടെ ക്രിക്കറ്റ് നിരീക്ഷകരുടെയും ആരാധകരുടെയും ചുണ്ടുകളിലെ സജീവ സാന്നിധ്യമായെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു. 131 പന്തുകൾ നേരിട്ടായിരുന്നു താരത്തിന്റെ നേട്ടം. 126 പന്തുകൾ മാത്രം നേരിട്ടുള്ള ഇരട്ട ശതകം വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ് ഗെയിലിനെയും മറികടന്ന് ഏറ്റവും വേഗമേറിയ ഏകദിന ഇരട്ട സെഞ്ചുറി എന്ന നേട്ടത്തിലെത്തിച്ചു. ഇരട്ട സെഞ്ചുറി നേടിയ യുവതാരങ്ങളിൽ ഒന്നാമൻ, ആദ്യ സെഞ്ചുറി തന്നെ ഇരട്ട ശതകത്തിലേക്ക് എത്തിച്ച ആദ്യ താരം എന്നിങ്ങനെയുള്ള റെക്കോർഡുകളും താരത്തിന്റെ പേരിൽ സ്വന്തം. ഏകദിനത്തിൽ 27 മത്സരങ്ങളിൽ നിന്ന് 42.40 ശരാശരിയിൽ 933 റൺസ്, ടെസ്റ്റിൽ 2 മത്സരങ്ങളിൽ നിന്നായി 78 റൺസ്, കൂടാതെ IPL സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ എന്നിങ്ങനെ നീളുന്നു ഇഷാൻ കിഷന്റെ കടലാസിന്റെ കനം. ടീമിലെടുക്കുമ്പോഴെല്ലാം തന്നിൽ അർപ്പിതമായ വിശ്വാസം തകർക്കാത്ത മട്ടിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ദേശീയ ടീമിൽ നിന്ന് ഇഷാൻ കിഷന് സ്ഥിരമായി പുറത്തിരിക്കേണ്ടി വരുന്നുണ്ട്. BCCI കരാർ നഷ്ടപ്പെടുന്ന ഘട്ടം വരെയും എത്തി. പന്തും സഞ്ജുവും രാഹുലുമടക്കം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർക്ക് പഞ്ഞമില്ലായിരുന്ന കാലത്ത് ഇഷാന് വേണ്ടിയുള്ള മുറവിളികൾ അപ്രത്യക്ഷം. ക്രിക്കറ്റ് നിങ്ങളെ കൈവിടുന്നതിന് മുമ്പേ ക്രിക്കറ്റ് മതിയാക്കുക എന്നത് പ്രതിഭകളെ തളർത്താൻ വിമർശകർ ഉപയോഗിക്കുന്ന സ്ഥിരവാചകം. എന്നാൽ വിമർശനങ്ങളിലും താഴെപ്പെടുകളിലും നിരാശനായി മാറി നിൽക്കാൻ ഇഷാൻ ഒരുക്കമായിരുന്നില്ല. 2025-26 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനായി 517 റൺസ് നേടി തിരിച്ചടിച്ചു. ഈ വർഷം തുടക്കത്തിൽ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലും ഗംഭീര പ്രകടനത്തോടെ താരം തിരിച്ചുവരവ് നടത്തി. കുട്ടി ക്രിക്കറ്റിലെ ആദ്യ സെഞ്ചുറിയും ന്യൂസിലാൻഡിനെതിരെ പിറന്നു. 43 പന്തുകൾ മാത്രം നേരിട്ട 10 സിക്സറുകളടക്കം 113 റൺസ് സ്വന്തമാക്കിയതോടെ വീണ്ടും ടീമിലെ വിശ്വസ്ത സാന്നിധ്യമായി താരം മാറി. 2020 ലോകകപ്പിൽ നബീമിക്കെതിരെ ഡൽഹിയിൽ 24 പന്തിൽ നേടിയ 61 റൺസ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ 2020 ലോകകപ്പിലെ ഉയർന്ന സ്കോറായിരുന്നു.
മുൻ നായകൻ ധോണിയുടെ റെക്കോർഡാണ് ഇഷാൻ കിഷൻ മറികടന്നത്. പവർ പ്ലേയിൽ 50 നേടിയതും കുട്ടി ക്രിക്കറ്റിന്റെ ലോകമാമാങ്കത്തിൽ അപൂർവം. ദീർഘനാൾ ടീമിൽ നിന്ന് വിട്ടുന്നതിന് ശേഷമുള്ള തിരിച്ചുവരവിൽ 225.5 സ്ട്രൈക്ക് റേറ്റിൽ 296 റൺസ്, ഒരു സെഞ്ചുറി, 2 50, 2020-ൽ 38 മത്സരങ്ങളിൽ നിന്നായി 1092 റൺസ്, 9 50, ഒരു സെഞ്ചുറി എന്നിങ്ങനെ നീളുന്നു ഇഷാൻ കിഷന്റെ പട്ടാഭിഷേകം. ഇന്ത്യൻ ടീമിന്റെ വിശ്വസ്തനായ ഓപ്പണറും മുൻ നായകനുമായ രോഹിത് ശർമ്മയെ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഇഷാൻ കിഷനുമുണ്ട് ആരാധകർക്കിടയിൽ ഒരു വിശേഷണം. രോഹിത്തിൻ്റേതുപോലെ പവർ ഹിറ്റിങ്ങും ശാന്ത സ്വഭാവവും കാരണം ഇന്ത്യയുടെ സൈലന്റ് ഹിറ്റ്മാൻ എന്നാണ് ഇഷാന്റെ വിശേഷണം. മികച്ച ടോട്ടൽ പടുത്തുയർത്തുന്നതിനായി പലപ്പോഴും ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് ഓപ്പണിംഗ് നീലപ്പടക്ക് തുണയായിട്ടുണ്ട്. അതേസമയം സഞ്ജു സാംസണിനെ പോലെ ആഘോഷിക്കപ്പെടുന്നില്ല എന്നതാണ് ഇഷാനെ വ്യത്യസ്തനാക്കുന്നത്. 52 മത്സരങ്ങളിൽ നിന്ന് 1100 റൺസാണ് സഞ്ജു നേടിയതെങ്കിൽ കേവലം 38 മത്സരങ്ങളിൽ നിന്ന് 1092 റൺസാണ് ഇഷാൻ അടിച്ചുകൂട്ടിയത്. മലയാളികളുടെ ഫാൻ ബേസും സോഷ്യൽ മീഡിയയിലെ ഹൈപ്പും സഞ്ജുവിനെ ബ്രാൻഡാക്കി മാറ്റുമ്പോഴും ജാർഖണ്ഡ് ബീഹാർ പശ്ചാത്തലമുള്ളതിനാലായിരിക്കണം ഇഷാന് വേണ്ടിയുള്ള ആവേശങ്ങൾക്ക് വേണ്ടത്ര ശബ്ദ കോലാഹലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പ്രകടന മികവിൽ ഇഷാൻ ഉയർന്നു തന്നെ നിൽക്കും. പ്രതിഭാധാരാളിത്തം സെലക്ടർമാരെ വലച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലൊരു ടീമിൽ വീണ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുന്നവരെ ആഘോഷിക്കുക തന്നെ വേണം. പ്രതിഭയുള്ളവർ പലരും അവസരം കാത്തിരിക്കുകയാണ്. പവർ പ്ലേ ഡോമിനേറ്റ് ചെയ്യുന്ന ഓപ്പണർമാരിലേക്ക് സെലക്ടർമാരുടെ കണ്ണും കാതും ഇനിയെങ്കിലും നീതിബോധത്തോടെ എത്തിച്ചേരേണ്ടതുണ്ട്. ലോബികളെ പഴിചാരി അവസരങ്ങൾ കളഞ്ഞു കുളിക്കുന്നവരെ ടീമിൽ നിന്ന് അടർത്തി മാറ്റി പ്രതിഭകളെ കുത്തി നിറക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ വിജയതീരങ്ങളിലെ നീലപ്പടയുടെ മങ്കൂരങ്ങൾക്ക് തട്ടുകേട് സംഭവിക്കാതിരിക്കുകയുള്ളൂ.